لا سيما في مجلسنا هذا يا رب العالمين وفي معاملتنا وتجارتنا وتسيراتنا وزكاتنا وسكناتنا. വളരെ പ്രോത്സാഹനവും ആദരണീയമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ ജമാഅത്തിൽ 20ഓളം വർഷമായി നമ്മുടെ ജമാഅത്തിലെ ഈ പള്ളിയുടെ പരിസരങ്ങളൊക്കെ വളരെ വൃത്തിയായി അലങ്കരിച്ചു തന്ന ദേവകിയമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയെ നമ്മളിവിടെ ഒരു ആദരവ് കൊടുത്ത് അവർക്കൊരു ചെറിയ കൈസഹായം കൂടി കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആദരവും പ്രോത്സാഹനവുമായ ഒരു കടമയാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് ജമാഅത്ത് പരിപാലന സമിതിക്കും ഇതിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത ഈ നാട്ടുകാരായ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു വലിയ അമൂല്യത്തുള്ള ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിലൂടെ ഈ അമ്മയ്ക്ക് ഒരു വലിയ സഹായവും മുന്നോട്ട് പോകാൻ ഒരു കൈ തുണയുമാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പൈസ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ജമാഅത്തിൽ ആരാണോ അവിടെ പരിപാലന കമ്മിറ്റി ഉള്ളത് അവരുമായിട്ട് ബന്ധപ്പെടും. ഞങ്ങൾ അത് മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നത്. നിങ്ങൾ വലിക്കുന്നിടം വരെ എന്ത് സഹായത്തിന് വേണമെങ്കിലും പള്ളിയായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിൽ 5ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ സംഘടിപ്പിക്കുന്ന 6ാം കൊല്ലത്തിലെ ഒരു പരിപാടിയാണ്. ഇതിന്റെ ഉദ്ദേശം മദ്രസ വിദ്യാഭ്യാസമാണ്. നമ്മുടെ ജീവിതപരമായ കമ്മിറ്റിയുണ്ട്. ഇതെല്ലാം തന്നെ ചികിത്സാ സഹായം, അതുപോലെ മദ്രസ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ, അത് മാത്രമല്ല അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ഇവിടെ ഏറ്റവും വലിയ സംസാരം അർത്ഥവത്തോടും ചൊവ്യമാണെന്ന് മനസ്സിലാക്കി വളരെ അല്പം മാത്രം സംസാരിച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ നമ്മുടെ കുട്ടികളുടെ അവാർഡത്തെ ചടങ്ങാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മദ്രസയുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ സാഹിബും ജമാഅത്ത് പ്രസിഡന്റും ഓർമ്മപ്പെടുത്തി. ആ വഴിയെ എല്ലാ കുട്ടികളെയും യുവജന കൂട്ടായ്മ എല്ലാ വർഷവും പബ്ലിക് പരീക്ഷ ഉന്നത